ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ആദ്യമാണെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുകയാണ് ആകാശ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശ് നമ്മുടെ സുമിതയുടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ സുമിത പറയുന്നുണ്ട്, ഒരു ലിവിങ് ടുഗദർ ആണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, വിവാഹമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന് സുമിത പറയുമ്പോഴേക്കും ആകാശ് പറഞ്ഞു, വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എടുക്കേണ്ട തീരുമാനമല്ലേ? അതെ, ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ആകാശ് ആലോചിച്ചെടുത്ത് തീരുമാനം എടുത്താൽ മതി. ശരി, എന്ന് ഞാൻ ആലോചിക്കട്ടെ, ഓക്കെ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കാണ്. ആ സമയത്ത് ആദ്യം മനസ്സിൽ വിചാരിക്കണം, ഇവയാള് വിളിച്ചത് സുമിതാനിനെ തന്നെയായിരിക്കും. എന്റെ മമ്മി എന്തൊരു വിഡ്ഢിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് അറിഞ്ഞേ പറ്റൂ. സുമിതാവിന്റെ എന്റെ മമ്മിയുടെ കൂടെ നിന്ന് എന്റെ മമ്മീനെ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് എന്താണ്, ആകാശ് ഇങ്ങനെ പതുക്കെ കണ്ണൊന്ന് അടയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആദ്യ വേഗം ആകാശിന്റെ ഫോണിന്റെ അടുത്തേക്ക് പോവാണ്. പതുക്കെ ഫോൺ എടുത്ത് നോക്കാം, എന്നിട്ട് സുമിത ആന്റി ആണെന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം മമ്മീനെ കാണിച്ചു കൊടുക്കാം എന്നൊക്കെയാണ് ആദ്യം വിചാരിക്കുന്നത്. എന്നിട്ട് ആകാശിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആകാശ് കണ്ണടച്ചെന്ന് കാണുമ്പോഴേക്കും പതുക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആകാശ് പെട്ടെന്ന് കണ്ണ് തുറക്കാണ്. ആദ്യം ഒന്നും അറിയാത്ത പോലെ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സമയത്ത് നീ വന്നത്? അത് മമ്മി പറഞ്ഞു ആകാശങ്ങളോട് സോറി പറയാനായിട്ട്. സോറി പറയാനോ? അതെ, ആകാശങ്ങളോട് ഞാൻ തർക്കുത്തരം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ആകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് പുച്ഛത്തോടെ ആകാശം ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടോ. ഇവനിത് എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് നേരെ എന്താണ് നേരെ നേരെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കണം നമ്മുടെ സ്വപ്നവലിനെയാണ്. സ്വപ്നവലി ബെഡൊക്കെ റെഡിയാക്കി നിൽക്കുമ്പോഴേക്കും നമ്മുടെ രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാമനത് എവിടെയായിരുന്നു? ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മഹേഷിനെ കാണാന്ന് പറഞ്ഞു മഹേഷിന്റെ റൂമിലേക്ക് പോയതാ. എന്നിട്ട് മഹേഷിനെ കണ്ടില്ലേ? ഇല്ല. എന്തു പറ്റി? അവള് വാതിലടച്ചായിരുന്നോ? വാതിലൊന്നും അടച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരുടെ സംസാരം ഞാൻ വാതിക്കേന്റെ ഇപ്പുറത്തുനിന്ന് കേട്ടു. അതുകൊണ്ട് എന്നെ അകത്ത് കയറാനത്. എന്താ എന്താ അവര് സംസാരിച്ചത്? എന്നോട് മാഷ് പറഞ്ഞായിരുന്നു പ്രിയാമണിക്ക് ചെറിയൊരു രസക്കുറവൊക്കെ ഇപ്പൊ ഉണ്ടെന്ന്. കാരണം മോളും അതുപോലെ തന്നെ മരുമോനും തമ്മിൽ ഒരുമിച്ച് ഇതുവരെ ജീവിച്ചിട്ടില്ലല്ലോ. പ്രിയാമണിയുടെ മനസ്സിലെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ കാണണം എന്ന് മാത്രമാണല്ലോ. അപ്പൊ അതിന്റെ ഒരു നീരസം പ്രിയാമണിയുടെ ഉള്ളിലുണ്ടെന്ന് മാഷ് എന്നോട് 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്നു. ആ സമയത്ത് പ്രിയാമണിയാണെന്നുണ്ടെങ്കിൽ മോളുടെ ഭർത്താവിന് എഴുന്നേറ്റ് നടക്കത്തില്ലേ, ഇനി എപ്പോഴും വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരു ആവലാതി പ്രിയാമണിക്കുണ്ട് എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം വലിയ പറയുന്നുണ്ട്, ശേ അവളുടെ ആര് പറഞ്ഞു അങ്ങനെയൊക്കെ എന്റെ മോൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന്? ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അവനൊന്ന് കിടന്നുപോയി, എന്നുവെച്ചാൽ അവൻ എഴുന്നേറ്റിരിക്കാതിരിക്കാൻ പറ്റുമോ? ആക്സിഡന്റ് സംഭവിക്കുക റെസ്റ്റ് എടുക്കില്ലേ? അത്രയല്ലേ ഉള്ളത്. അതെ, പക്ഷെ പ്രിയാമ്മയുടെ സ്വഭാവം അറിയാലോ. അവർക്ക് ആകെ ഒരു ആദ്യമായിരിക്കും. അവരെ കുറ്റം കൊണ്ടും കാര്യമില്ല. അവരെത്ര നാളാ മഹേഷും ഇഷിതയും പറ്റിച്ചത്, ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞിട്ട്. അവരൊരു കുഞ്ഞിനെ വേണ്ടി എത്ര നാളാ വഴിപാടും അതുപോലെ തന്നെ നേർച്ചയായിട്ട് നടന്നത്. അതിനുശേഷമല്ലേ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുകയല്ല എന്ന് അവരറിഞ്ഞത്. ശേഷം അവർക്ക് ആകെ ഒരു മനസ്സിന് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഇഷിതയും മഹേഷും ഒരുമിച്ച് ജീവിക്കാന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവര് യാത്ര പോകാന്ന് വെച്ചപ്പോഴോ ചിപ്പിയുടെ തല മുറിഞ്ഞു പൊട്ടി. ഒരു പ്രാവശ്യം അന്ന് യാത്ര മുടങ്ങി. രണ്ടാമത്തെ പ്രാവശ്യത്തെ മഹേഷ് ആക്സിഡന്റ് ആയി കിടപ്പിലായി. അപ്പൊ ആരായാലും ഇങ്ങനെയൊക്കെ വിചാരിക്കില്ല സ്വപ്നം, അത്രയേ അവര് വിചാരിച്ചുള്ളൂ. എന്നിട്ട് ഇഷിത അതിനൊക്കെ കൂട്ടുനിന്നോ? അതെ, ഇഷിത എന്തു പറഞ്ഞു? ഇഷിത പറഞ്ഞോ മഹേഷിനെ വിട്ടു പോവാന്ന്? അവിടെയാണ് സ്വപ്നം നിനക്ക് തെറ്റിയത്. ഇഷിത അങ്ങനെ പറയുമെന്ന് നീ വിചാരിച്ചില്ലേ? അവിടെയാണ് നിനക്ക് തെറ്റിയത്. ഇഷിത ഒരിക്കലും അങ്ങനെ പറയില്ല. പക്ഷെ നിന്റെ മോൻ പറഞ്ഞു. മഹേഷോ? അതെ, മഹേഷ് ഇഷിതടുത്ത് പറഞ്ഞത് ഞാൻ കേട്ടതാ, വേണമെങ്കിൽ നീ എന്നെ വിട്ടു പോയിക്കോന്ന്. പക്ഷെ അതിന് മറുപടി അവൾ എന്താ പറഞ്ഞറിയാവോ? ഒരിക്കലും മഹേഷിനെ വിട്ടു പോവില്ലെന്ന്. മഹേഷിലത് അവൾക്കൊരു ജീവിതം ഇല്ലെന്ന്. മഹേഷ് എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ പോലും മഹേഷ് ആയിരിക്കും അവന്റെ ജീവനും ജീവിതത്തിന്റെ തുടിപ്പും എന്നൊക്കെയാ അവള് പറഞ്ഞത്. എനിക്കറിയാം രാമ, ഇഷിതക്ക് അവനോടുള്ള സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ ഒരിക്കലും അവനെ വിട്ടു പോവത്തൊന്നുമില്ല എന്ന്. അതെ, അതവിടെ അമ്മ പ്രിയാമണി, സോറി, അവിടെയാ സ്വപ്നം നമ്മൾ നമ്മുടെ മരുമോളുടെ സ്വഭാവം കാണേണ്ടത്. അവളുടെ ആ നല്ല സ്വഭാവം അവിടെയാ നമ്മൾ കാണേണ്ടത്. ഈ സ്ഥാനത്ത് അവളല്ല വേറെ വല്ല പെണ്ണുങ്ങളോ രജനിയോ ആണെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയാ രാമൻ പറഞ്ഞത്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതെ, നീ ഇനിയെങ്കിലും അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇഷിത് ഒരിക്കലും നമ്മളെ മോനെ വിട്ട് പോവില്ല സ്വപ്നം, ഒരിക്കലും പോവില്ല. പ്രിയാമണി അങ്ങനെയൊക്കെ പറഞ്ഞത് അതിനെ മറുപടി പ്രിയാമണിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ സ്വപ്നത്തിന് സമാധാനം ആവാട്ടോ. അത് ഇഷിതയുടെ നല്ല സ്വഭാവം സ്വപ്നത്തിന് അറിയാം, എന്നാലും സമ്മതിച്ചു കൊടുക്കാൻ വയ്യാത്തൊരു സ്വഭാവമാണല്ലോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് രചനയാണ്. രചനയുടെ അടുത്തേക്ക് ആകാശ് വരുന്നുണ്ട് കേട്ടോ. ആകാശിന്റെ അടുത്ത് രചന പറയുന്നുണ്ട്. ആകാശ് എന്ന് പറയുമ്പോഴേക്കും, അതെ, നിന്റെ മോൻ എന്റെ അടുത്ത് ഇപ്പൊ വന്നിരുന്നു. ആദ്യോ? എന്തിന്? അപ്പൊ നീ പറഞ്ഞിട്ടല്ല അവൻ എന്റെ അടുത്തേക്ക് വന്നത്? ഞാൻ പറഞ്ഞായിരുന്നു. അല്ല, അവൻ ആകാശിനോട് എന്താ പറഞ്ഞ? അവൻ സോറി പറഞ്ഞു. നീ പറഞ്ഞിട്ടാ പറഞ്ഞെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞായിരുന്നു ആകാശിനോട് തർക്കുത്തരം പറയണ്ട, സോറി പറയണോന്ന്. അത് മാത്രല്ല ആകാശ്, എനിക്കും ആകാശിനോട് സംസാരിക്കാനുണ്ട്. ആകാശ് എന്നെ കുറിച്ച് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക.
എന്ത് തെറ്റിദ്ധാരണ? അല്ല, ഞാൻ മഹേഷിന്റെ ഞാൻ മഹേഷിന്റെ കൂടെ നടക്കണത് മഹേഷിനായിട്ട് ഒന്നിച്ച് ജീവിക്കാണെന്ന് ആകാശ് തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും എനിക്ക് മഹേഷിന്റെ കൂടെ ജീവിക്കേണ്ട ആകാശ്. അല്ലെങ്കിൽ തന്നെ ആകാശിനെ ആലോചിച്ച് നോക്ക്, മഹേഷിന്റെ ജീവിതത്തിന് ഇറങ്ങി വന്നവളാ ഞാന്. ഒരിക്കലും മഹേഷ് എന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കും അങ്ങോട്ട് കയറി ചെല്ലണമെന്നില്ല. പിന്നെ നീ എന്തിനാ അവനെ പരിചരിക്കാനൊക്കെ ഹോസ്പിറ്റലിൽ പോയി നിന്നത്? എല്ലാം എന്റെ മോൾക്ക് വേണ്ടിട്ടാ. ഇന്ന് പോലും എന്റെ മോൾക്ക് അവൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയതാരണേ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ടാ ഞാൻ പോയത്. ഇഷിതയും മഹേഷ് രണ്ടും രണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് കോടതി പോകാം. എന്റെ മോളെ എനിക്ക് വേണമെന്ന് പറയാം. അതിനെ വേണ്ടിട്ട് അവരെ രണ്ടാക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നത്. ആകാശിന്റെ ഉദ്ദേശം അത് തന്നെയല്ലേ. ഒരിക്കലും ഞാൻ ആകാശിനെ ചതിച്ചിട്ടില്ല ആകാശ് എന്നൊക്കെ രചന കള്ളം പറയാട്ടോ. അത് ആകാശ് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ നീ പറഞ്ഞു വരുന്നത് അതേ ആകാശ്, ഞാൻ ആകാശിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഞാൻ എപ്പോഴും ആകാശിനെ മാത്രമാണ് ആകാശ്. മഹേഷിനോട് എനിക്കൊരു അങ്ങനത്തെ ഒരു ഇഷ്ടവും ഇല്ല. മഹേഷിനെ ഞാൻ കൂടെ നിർത്തിയത് തന്നെ എന്റെ മോളെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആകാശ്. ഞാനൊരു മഹേഷിന്റെ ഭാര്യയല്ല, മഹേഷിന്റെ കുട്ടികളുടെ അമ്മയാണ്. ഞാൻ മഹേഷിനെ പ്രണയിക്കുകയല്ല, ഞാനൊരു അമ്മയല്ലേ. എനിക്ക് എന്റെ മക്കളെ വേണം, അത് മാത്രമേ ഉള്ളൂ ആകാശ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആകാശിനെ ചേർത്ത് പിടിക്കുകയാണ് രചന. അതിൽ ആകാശ് വീഴുന്നുള്ളൂ കേട്ടോ. അപ്പൊ രചനയുടെ ഉദ്ദേശം ആകാശിനെ ഒന്ന് മയക്കിയെടുക്കുക, ആകാശിന്റെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ ആകാശിന്റെ ആ ഒരു കരുതലൊക്കെ പിടിച്ച് പഴയ പോലെ ആക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് രചന ആകാശിനെ ഇങ്ങനെ ചേർത്തിന് പിടിച്ച് മുഖമൊക്കെ ഇങ്ങനെ തലോടുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശ് ആദ്യം കൂട്ടിക്കൊണ്ട് ബീച്ചിന്റെ സൈഡിലേക്ക് ഇങ്ങനെ പോകുവാട്ടോ. ഇവിടേക്കും ആദ്യം ചോദിക്കേണ്ട, എന്തിനാങ്കിലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? എടാ, എന്റെ സ്വത്തിന്റെ അവകാശം നിന്റെ മമ്മിയും കൂടിയല്ലേ. അപ്പോ നമ്മൾ പണിയണ പുതിയ റിസോർട്ട് നിനക്ക് കാണണ്ടേ? റിസോർട്ടോ? അതെവിടെയാ? ഇതിന്റെ അപ്പുറയാ റിസോർട്ട്, കുറച്ചുകൂടി നടക്കാനുണ്ട് എന്ന് പറയാണ്. ആ കാണുന്നതില്ലേ ആ ഭാഗം റിസോർട്ടിന്റെ ഭാഗം. സൂപ്പർ സ്ഥലമാണല്ലോ. ഇവിടെ മഞ്ഞുണ്ടോ? പിന്നെ അതിരാവിലെയൊക്കെ ആവണം, നല്ല കോടമഞ്ഞ, പരസ്പരം കാണത്ത് പോലും ഇല്ല എന്ന് പറയണേ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അധികം നിക്കലേട്ടോ. താഴത്തൊരു പുഴയാണ്, അതിലേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞല്ലോ പൊടി പോലും കിട്ടില്ല. എത്ര പേരെ അപകടത്തിൽപ്പെട്ട് മരിച്ചെന്നറിയാവോ? റിസോർട്ടിന്റെ പണി തുടങ്ങുമ്പോൾ ഇവിടെ വേലിയൊക്കെ കെട്ടണം, കാണാൻ നല്ല ഭംഗിയായിരിക്കണം. എന്തായാലും സ്വത്തിന് നിനക്കും അവകാശമൊക്കെ ഉണ്ടാവല്ലോ കുറെ കഴിഞ്ഞാ. അപ്പൊ അതുകൊണ്ട് നിനക്കും കൂടി ഈ റിസോർട്ട് ഈ സ്ഥലം കാണിച്ചിടാന്ന് വിചാരിച്ചു. അല്ല, ഇത് മമ്മീനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, രചനനെ ഇന്ന് വിളിച്ചിട്ട് വേണം കാണിച്ചു കൊടുക്കാൻ. നാളെയാണ് റിസോർട്ടിന്റെ പേപ്പറിൽ സൈൻ ചെയ്യണത്. പിന്നെ പണിയൊക്കെ പടപടാതെ നടക്കും എന്ന് പറയാണ്. കൊള്ളാം, നല്ല സ്ഥലവാ എന്ന് ആദ്യം പറയാണ്. ശേഷം ആദ്യം എടുത്ത് ആകാശ് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് വിളിച്ചു കൂവി കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ ശബ്ദം പല ഭാഗത്തുനിന്ന് കേൾക്കണതായിട്ട് നിനക്ക് തോന്നും. നീ എങ്കിൽ വിളിച്ച് ട്രൈ ചെയ്ത് നോക്കിയേ. പിന്നെ വായ വെച്ച് പൊത്തി വെച്ചിട്ടുണ്ട് വിളിക്കാനായിട്ട്. ശരി എന്നിട്ട് വായ പൊത്തിട്ട് ചിപ്പി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ പല ഭാഗത്തുനിന്നും സൗണ്ട് കേൾക്കുന്നുണ്ട്. ആദിക്ക് സന്തോഷാവാണ്. പിന്നെ മമ്മി എന്ന് വിളിക്കുന്നുണ്ട്. ശേഷം ഡാഡി എന്ന് വിളിക്കുകയാണ്. ആ സമയത്ത് ആകാശ് പുറകേന്ന്, എടാ നീ അധികം നാളെ ജീവിച്ചിരിക്കില്ലടാ, നിന്റെ മമ്മി നിന്നെ വെച്ചിട്ട് ചരട് വലിക്കണതേ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് ആദ്യയുടെ തൊട്ട് പുറകെ നിന്നിട്ട് ആകാശ് ഒരു ചവിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ തന്നെ ആദി ആ പുഴയിലേക്ക് മറിഞ്ഞിങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ ആദ്യ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേക്കാണ്. അത് ആദ്യയുടെ സ്വപ്നമായിട്ട് പെട്ടെന്ന് ആദ്യം വല്ലാത്തൊരു വിഷമവും ഒരു വല്ലാത്ത വിയർക്കുകയൊക്കെ ചെയ്യാണ്. അപ്പൊ തന്നെ ആദ്യം എന്താ ചെയ്യുക, വേഗം തന്നെ ഫോൺ എടുത്ത് ചിപ്പിനെ വിളിക്കാട്ടോ. ചിപ്പി ഫോൺ എടുക്കുന്നുണ്ട്. ഇതെന്താ ആദ്യേട്ടൻ ഈ സമയത്ത്? ആദ്യേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമായിരിക്കോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുക. ഹലോ ആദ്യേട്ടാ, എന്തു പറ്റി ആദ്യേട്ടാ എന്ന് പറയുമ്പോഴേക്കും, ഒന്നുമില്ല ചിപ്പി, ഞാൻ വെറുതെ നിന്നെ വിളിച്ചതാ. ആദ്യേട്ടൻ ഈ സമയത്ത് വെച്ചപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ആദ്യേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ചിപ്പി, ഞാൻ ഓക്കെയാണ്. അല്ല എന്താ ആദ്യേട്ടാ, എന്താ ഈ സമയത്ത് വിളിച്ചത്? എനിക്ക് ആരില്ല ചിപ്പി, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. മമ്മി പോലും മമ്മിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രം എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്. മമ്മിക്ക് പോലും എന്നോട് ഒരു ഇഷ്ടമില്ല. മമ്മിക്ക് മമ്മിയുടെ കാര്യം മാത്രമേ വലുത്. ആദ്യേട്ടന് ഇങ്ങനെ വിഷമിക്കില്ല ആദ്യേട്ടാ. ആദ്യേട്ടനെ സ്നേഹിക്കുന്നവരാ ഇവിടെ എല്ലാവരും. ഡാഡിയൊക്കെ ആദ്യേട്ടന് ഒന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുക ആദ്യേട്ടാ. ആദ്യേട്ടൻ എന്തിനാ അവിടെ നിൽക്കണത്? ആദ്യേട്ടൻ ഇങ്ങോട്ട് വാ ആദ്യേട്ടാ എന്ന് പറയാണ്. ചിപ്പി, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് മമ്മീനെ വിട്ട് അങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന്. ആദ്യേട്ടനെ സ്നേഹിക്കാൻ മാത്രം ഉള്ളവരാ ഇവിടെ ഉള്ളവര്. എന്റെ അമ്മ പോലും ആദ്യേട്ടനെ എന്തുമാത്രം സ്നേഹിക്കുന്നെന്ന് അറിയാവോ? ആദ്യേട്ടൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ? ആദ്യേട്ടൻ ഇങ്ങോട്ട് വാ. എന്തിനാ ആദ്യേട്ടൻ അവിടെ നിൽക്കുന്നത്? എന്താ ആദ്യേട്ടൻ വല്ല സ്വപ്നവും കണ്ടോ ആകാശങ്ങളുടെ? ചിപ്പി, ഒന്നുമില്ല. എനിക്ക് പെട്ടെന്ന് നിന്നെ വിളിക്കണമെന്ന് തോന്നി. എനിക്ക് എന്റെ സങ്കടങ്ങൾ പറയാം, നീ മാത്രമല്ലേ ചിപ്പിയുള്ളൂ. പിന്നെ രാവിലെ ആകുമ്പോ ഞാൻ വിളിച്ച കാര്യങ്ങളൊന്നും നീ ആരും പറയണട്ടോ. നീ എനിക്ക് സത്യം ചെയ്തു തരണം. ഇഷിതാമ്മടുത്ത് പറയില്ലെന്ന്. ഞാൻ ആദ്യേട്ടൻ വിളിച്ച കാര്യം ആരോടും പറയില്ല. ആദ്യേട്ടൻ സുഖമായിട്ട് കിടന്നുറങ്ങ്. എന്ത് വിഷമമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആദ്യേട്ടൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ആദ്യേട്ടൻ ഇങ്ങോട്ട് വരണം കേട്ടോ. ഇത് നമ്മുടെ വീടാ. ശരി ചിപ്പി, ഞാനിന്ന് ഫോം വെക്കുക. ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ്. ഫോം വെച്ചപ്പോ ചിപ്പി ആലോചിക്കുകയാണ്,
ആദ്യേട്ടന് എന്തോ വിഷമിക്കുന്നുണ്ട്. പാവം ആദ്യേട്ടൻ. എത്രയും പെട്ടെന്ന് ദൈവമേ ആദ്യേട്ടൻ ഇങ്ങോട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചിപ്പി. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ രചനയാണെങ്കിൽ ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് ആകാശിനോട് ഒരു താല്പര്യക്കുറവില്ല. ഇഷ്ടം മാത്രമേ ഉള്ളൂ, പ്രണയം മാത്രമേ ഉള്ളൂ. മഹേഷിന് ഞാൻ എന്റെ മോളെ തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രം അടുപ്പം കാണിക്കണത് എന്ന് പറഞ്ഞിട്ട് ആ രചനയാണെന്നുണ്ടെങ്കിൽ ആകാശിനെ കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് കിടത്തിയിടാട്ടോ. അതിനുശേഷം ഇഷിതേനെയാണ് കാണിക്കുന്നത്. ഇഷിത മഹേഷിനെ കെട്ടിപ്പിടിച്ച് കിടക്കണം. മഹേഷിനോട് പറയുന്നുണ്ട്, ഇപ്പോഴാ എനിക്ക് തോന്നണം മഹേഷ് നമുക്കൊരു കുഞ്ഞു വേണമായിരുന്നു എന്ന്. എന്നിങ്ങനെ പറയുമ്പോ മഹേഷ് ഇഷിതയുടെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.